നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ലസ്സി എങ്ങനെ തയ്യാറാക്കണേ നോക്കിയാലോ. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ലസ്സി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ തൈര് എടുക്കുമ്പോൾ പുളിയില്ലാത്ത ഇതുപോലുള്ള നല്ല കട്ട തൈര് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോഴായിരിക്കും ചോക്ലേറ്റ് ലസ്സി നല്ല ടേസ്റ്റി ആയിട്ട് വരിക. അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള തൈര് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പ് തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാമെന്നുള്ളവർക്ക് കണ്ടു നോക്കാം. ഞാനിതിപ്പോൾ 400 ഗ്രാം തൈരാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ പഞ്ചസാര പൊടിച്ചത് 2 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം പിന്നെ നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുമല്ലോ. അപ്പോൾ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കായയുടെ പൊടിയാണ് ചേർക്കുന്നത്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾക്ക് ഏലക്കായയുടെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഞാനിപ്പോൾ ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സിയിലിട്ട് നമ്മളിതൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ലൂസായിട്ട് മാറും. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പ്രാവശ്യം മാത്രം അടിച്ചെടുക്കുക. പക്ഷേ ഈ ഒരു തിക്നെസ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വിസ്ക് ഉപയോഗിച്ചിട്ടാവുമ്പോൾ ആ ഒരു തിക്നെസ്സോട് കൂടി തന്നെ നമുക്ക് ലസ്സി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കറക്റ്റായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കണം. ഇപ്പം കണ്ടില്ലേ, ഇതുപോലെ കുറച്ച് തിക്കായിട്ടാണ് മാറിയിരിക്കുന്നത്. ഞാൻ നല്ല തണുത്ത തൈര് തന്നെയായിരുന്നു ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ലസ്സിക്കാവുമ്പോൾ തണുപ്പുണ്ടായി കഴിഞ്ഞാൽ തന്നെയായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് മാറുക. ഇനി അതിന് വേണ്ടിയിട്ട് കൊക്കോ പൗഡറാണ് എടുക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും നല്ല ബ്രാൻഡ് തന്നെ ഉപയോഗിക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ, അതായത് അൺസ്വീറ്റൻ കൊക്കോ പൗഡറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പാണ്. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് തന്നെ കൊടുക്കും. അത് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഈ ഒരു അളവിന് തൈരിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം ബാക്കി ചോക്ലേറ്റ് സിറപ്പ് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ കൊക്കോ പൗഡറും ചോക്ലേറ്റ് സിറപ്പും നമ്മൾ ചേർത്ത് കൊടുത്തില്ലേ, ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോമ്പൗണ്ട് ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണ്ട. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ഞാൻ ചോക്ലേറ്റ് സിറപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൽ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ കൊക്കോ പൗഡറൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് അളവിൽ വേണ്ട, ഒരുപാട് അളവിലായിക്കഴിഞ്ഞാലും ടേസ്റ്റ് നന്നായിട്ട് വരില്ല. ഇനി നല്ല പോലെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ തൈരും ചോക്ലേറ്റ് സിറപ്പും എല്ലാം കൂടി നന്നായിട്ട് തന്നെ യോജിച്ച് വരണം. ഇനി ഞാൻ ഇതിലേക്ക് ന്യൂട്ടല്ലയാണ് ചേർത്ത് കൊടുക്കുന്നത്, 1 ടേബിൾ സ്പൂൺ അളവിൽ. അപ്പോൾ ന്യൂട്ടല്ല ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ മെൽറ്റഡ് ചോക്ലേറ്റ്, അതായത് കോമ്പൗണ്ട് ചോക്ലേറ്റ്, ഇപ്പോൾ കോമ്പൗണ്ട് ചോക്ലേറ്റ് നിങ്ങൾക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഡയറി മിൽക്ക് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അതൊന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി, എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചേർത്ത ഈ ന്യൂട്ടല്ല, അതുപോലെ കൊക്കോ പൗഡർ, പിന്നെ ചോക്ലേറ്റ് സിറപ്പ്, ഇത് 3 നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട. അതിന് പകരം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് മാത്രം ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് നന്നായിട്ട് തന്നെ വരും. ഇനി എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അവിടെ ഇവിടെയും കട്ട പിടിച്ച് കിടക്കരുത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കോഫി പൗഡറാണ് ചേർക്കുന്നത്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. ഏതെങ്കിലും നല്ല ബ്രാൻഡ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോഫി പൗഡർ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ഇരിക്കണത്. ഞാനിനി ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ലൂസായിട്ട് വന്നോളും. അപ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ള ലസ്സി അത്രയ്ക്ക് നന്നായിട്ട് വരില്ല, പക്ഷേ ഒരു മീഡിയം ലൂസോട് കൂടിയ ലസ്സി ഓക്കെ തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം തിക്കായിട്ടുള്ള രൂപത്തിൽ തന്നെയാണ് ഇരിക്കണത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 3-4 ഐസ് ക്യൂബ്സും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ലസ്സി റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. പ്രത്യേകിച്ച് സമ്മറൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ ചൂടുള്ള സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ലസ്സി തന്നെയാണ്. കുറച്ച് തിക്കായിട്ട് തയ്യാറാക്കുന്ന സമയത്ത് വിശപ്പും മാറും, അതുപോലെ ദാഹവും മാറും. അപ്പോൾ ചോക്ലേറ്റ് ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ലസ്സി തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ മാംഗോ ലസ്സിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു, കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം. ഇനി ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഗ്ലാസ്സിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. കാണാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് മാത്രമാണ് നമ്മളിതുപോലെ ചെയ്യണത്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. അതിനുശേഷം ഈ ഗ്ലാസ്സിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ചോക്ലേറ്റ് ലസ്സി ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ 400 ഗ്രാം തൈര് എടുത്ത സമയത്ത് ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് തന്നെ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ കുറച്ച് തിക്കായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ തൈര് എടുക്കുമ്പോൾ അതായത് കുറച്ച് നല്ല ടേസ്റ്റി ആയിട്ട് ഒരുപാട് പുളിയില്ലാത്ത തൈര് തന്നെ ഉപയോഗിക്കുക. അപ്പോഴായിരിക്കും ടേസ്റ്റ് നന്നായിട്ട് വരിക. അതുപോലെ മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ് ലസ്സി റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് തന്നെയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെപ്പോഴും തയ്യാറാക്കി ഫ്രഷ് ആയിട്ട് നല്ല തണുപ്പോട് കൂടി തന്നെ കുടിക്കുക. അപ്പോഴായിരിക്കും ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് മുറിച്ചത് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി കട്ട് ചെയ്തത് അത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ബദാം മുറിച്ചതാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചോക്ലേറ്റ് സിറപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക കുറച്ച്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ചെറിയും കൂടി ഞാൻ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ലസ്സി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചോക്ലേറ്റ് ലസ്സി ഇതുവരെ തയ്യാറാക്കി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ. പിന്നെന്താ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീണ്ടും കാണാം.